വിനീത് ടൂർ ഓപ്പറേറ്ററാണ് അവിടെ. വിനീത്, ഇപ്പോൾ കേരളത്തിൽ നിന്നും ഒരുപാട് സഞ്ചാരികൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശം പെൽഗാമിലേക്ക് കുറേ പേർ പോയി അവിടെ നിന്നും ഇറങ്ങി താഴെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ആക്രമണം ഉണ്ടായി. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരുടെ പ്രതികരണം അടക്കം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? അവിടുത്തെ മലയാളികൾ എങ്ങനെയാണ് മടങ്ങിയെത്താൻ ഒരുങ്ങുന്നത്? ഇതില് പഹൽ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കാശ്മീരിനെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പഹൽഗാം. ഈ പഹൽഗാം വാലി കാണുക എന്ന് പറഞ്ഞ ഒരു ദിവസത്തെ ആക്ടിവിറ്റി തന്നെയാണ്. പലരും അവിടെ സ്റ്റേ എടുക്കാറുണ്ട്. അപ്പൊ അതില് ഈ പഹൽഗാമിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് ബൈസരൺ വാലി, അല്ലെങ്കിൽ ഇന്നലെ സംഭവം നടന്നിട്ടുള്ള മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നോർമലി പഹൽഗാമും ശ്രീനഗറും ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഒരു 50 മീറ്റർ 100 മീറ്ററിൽ നമ്മുടെ ആർമി ഉണ്ടാവും, സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാവും. പക്ഷെ എന്തുകൊണ്ടോ ഇത്തരത്തിലുള്ള ഉള്ളിലേക്കുള്ള ഏരിയയിൽ അവരുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്ഥലം തന്നെ അവർ ഏറ്റെടുത്തു. കൂടുതലും യുവാക്കളും അങ്ങനെയുള്ള ആളുകളാണ് ഇവിടേക്ക് കൂടുതൽ പോവാറുള്ളത്. ഒരു കഴിഞ്ഞ വർഷം മലപ്പുറം ഭാഗത്തു നിന്ന് വന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ പോവുകയും കുതിരപ്പുറത്തുനിന്ന് വളരെ ചെങ്കുത്തായ കയറ്റവും ഒക്കെയാണ്, കല്ലുകളുമായിട്ട് നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. അങ്ങനെ എത്തിക്കഴിയുമ്പോഴാണ് മനോഹരമായിട്ടുള്ള ഈ മിനി സ്വിറ്റ്സർലൻഡ് ഏരിയയിലേക്ക് എത്തുന്നത്. അപ്പൊ അവിടെ എത്തുന്ന വഴിക്ക് ദുർഘടമായ വഴിയാണ്. അപ്പൊ അങ്ങോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും പല അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. നമ്മൾ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മലയാളികളുടെ ഒരു എണ്ണം, ഈ ഒരു മരണം ഇതിൽ കുറയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഒരു ദിവസം മുമ്പ് അവിടെ സന്ദർശിച്ച് വന്നതാണ്. പഹൽഗാമിൽ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റ് സൈറ്റ് സീയിങ് പ്ലേസസ് കാശ്മീരിൽ ഇന്ന് യാതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇന്നിപ്പം സോനാമാർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പിന്നെ സഞ്ചാരികളെ കൊണ്ടുവന്നു. ശ്രീനഗർ ആണെങ്കിലും ഒന്നും ടൂറിസ്റ്റുകളെ വളരെ നല്ല രീതിയിൽ ആർമി പോലീസും എല്ലാം നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് അവരെ. അപ്പൊ അതുകൂടാതെ ഇതിൽ ഒന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ വരുന്ന ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ വെച്ചാൽ, ഇവിടെ വന്ന് പാനിക് ആവും ആളുകൾ. ഈ പാനിക് ആവുന്ന സമയത്ത് ആളുകൾ പെട്ടെന്ന് ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി തോന്നും ടിക്കറ്റുകളൊക്കെ. ഇപ്പം ഡൽഹിയിലേക്ക് വരെ എബോ 25,000 മേലെയാണ് ടിക്കറ്റ് റേറ്റുകൾ. ഇത് ഏറ്റവും വലിയൊരു ദുർഘടമായിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. അപ്പൊ ശരിക്കും ഗവൺമെന്റ് ഏറ്റവും അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഒരു ഘട്ടമാണിത്. അതുപോലെ തന്നെ ആളുകൾ നേരിടുന്ന വേറൊരു ബുദ്ധിമുട്ടാണ്, ഇവിടെ പ്രീപെയ്ഡ് സിം കാർഡുകൾ ഒരിക്കലും വർക്ക് ചെയ്യില്ല. അപ്പം നമ്മൾ ക്ലയന്റുകളോട് കൃത്യമായിട്ട് പറയും, ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് ആക്കണം, അങ്ങനെ ആക്കിയതിന് ശേഷം മാത്രമേ വരാവുള്ളൂ എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയാറുണ്ട്. അപ്പൊ അതും വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ പ്രീപെയ്ഡ് വർക്കിംഗ് ഇന്നലെ നൈറ്റ് 1 മണിക്കൂർ ഞാൻ അത് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് പിന്നീട് അതില്ല. അപ്പൊ ഈ പറഞ്ഞ 1-2 ബുദ്ധിമുട്ടുകളിൽ ഇപ്പം മലയാളികളുണ്ട്. ബട്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. പഹൽഗാം ഏരിയ ഇപ്പൊ ആർമിയുടെ കൺട്രോളിലാണ്. ബാക്കി വരുന്ന ഈ ശ്രീനഗർ, ഗുൽമാർഗ്, കേബിൾ കാർക്ക് ഏരിയയുള്ള ഗുൽമാർഗ്, സോനാമാർഗ്, ഇതൊക്കെ പിന്നെ ഓൾമോസ്റ്റ് ദൂദ്പത്രി, ഇതൊക്കെയാണ് ആളുകൾ പോകുന്ന സ്ഥലങ്ങൾ. അവിടെയൊക്കെ ഇപ്പൊ അത്യാവശ്യം സേഫ്റ്റിയാണ്. അറ്റ് പ്രസന്റ് ഇപ്പൊ എന്നോട് ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഗ്രൂപ്പ് കംപ്ലീറ്റ് ആക്കി സേഫ് ആയിട്ട് തിരിച്ചിപ്പോ ഫ്ലൈറ്റ് കയറി. ഇപ്പം ഈ ഒരു സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 1-2 പ്രോബ്ലംസ് ഇപ്പം നമ്മുടെ ശരി, വിനോദസഞ്ചാരി തീർച്ചയായും ഇതിപ്പോൾ സർക്കാർ അടിയന്തരമായി തന്നെ പരിഗണിക്കും, അത് പരിശോധിക്കുമെന്ന് തന്നെ കരുതാം വിനീത്.